ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. ആലക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനയുടെ സഹകരണത്തോടെ റേറോം പുഴയോരത്തെ മാലിന്യം നീക്കം ചെയ്തു. വർഷങ്ങളായി റേറോം പാലത്തിന് സമീപം പുഴയോരത്ത് വാഹനങ്ങളിൽ കൊണ്ടുവന്ന് തള്ളിയ മാലിന്യ ചാക്കുകൾ ഹിറ്റാച്ചി ഉപയോഗിച്ചാണ് നീക്കം ചെയ്തത്. വൃത്തിയാക്കിയ ഭാഗത്ത് വൃക്ഷത്തൈ നട്ട് ഹരിതവനമാക്കാനാണ് പഞ്ചായത്ത് തീരുമാനം. മാലിന്യം തള്ളുന്ന പാലത്തിന് സമീപം രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. മാലിന്യം നീക്കം ചെയ്തപ്പോൾ മാലിന്യം തള്ളിയ 3 പേരുടെ വിവരം ലഭിച്ചതായും ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും VO അഖിൽ പറഞ്ഞു. ടൺ കണക്കിന് മാലിന്യങ്ങളാണ് ഇവിടെ നിന്നും നീക്കം ചെയ്തത്. ചൊവ്വാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച ശുചീകരണ പ്രവൃത്തിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ബോബി ജോർജ്, വൈസ് പ്രസിഡന്റ് PC ആയിഷ, പഞ്ചായത്ത് അംഗം റീമോൾ ബിജു, പഞ്ചായത്ത് VO അഖിൽ ബാബു, ഹരിതകർമ്മ സേനാ പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. ഇനി മുതൽ മാലിന്യം പുഴയോരത്ത് തള്ളിയാൽ കർശന നടപടി തന്നെ ഉണ്ടാകുമെന്ന് ആലക്കോട് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ജനങ്ങൾ തള്ളുന്ന മാലിന്യത്തിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നമുക്കറിയില്ല. നമുക്ക് അതിൻ്റെ നടപടി എന്നോണം നമ്മൾ വൃത്തിയാക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ 2-3 കെട്ടുകളൊക്കെ പരിശോധിച്ച് 2 വേണ്ട കോൺടാക്ട് നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അവരെ വിളിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒന്നും ജനങ്ങളോട് പറയാനുള്ളത്, വലിയൊരു ഫൈന് നമ്മൾ പഞ്ചായത്തിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകും. ഇത് വലിയൊരു ജനദ്രോഹമാണ്. അതുപോലെ തന്നെ നമ്മൾ വളരെ പൈസ കൊടുത്തിട്ടാണ് ഈ മാലിന്യങ്ങളൊക്കെ കയറ്റി അയക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഞങ്ങൾ 2-3 ഹിഡൻ ക്യാമറകൾ വെച്ചിട്ടുണ്ട്. ആരാണോ ഈ കുറ്റകൃത്യം ചെയ്യുന്നവരെ അവരെ നമ്മൾ എന്തായാലും പിടിച്ചിരിക്കും. വലിയൊരു തുക നിങ്ങൾ അടയ്ക്കേണ്ടി വരും എന്ന് മാത്രം നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. നിന്നായിരുന്നു ആലക്കോട് പഞ്ചായത്തിനെ സംബന്ധിച്ചോളം റേറോം പുഴയുടെ സൈഡിൽ വേസ്റ്റ് തള്ളുന്നത്. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയിലാണ് നമ്മൾ ഇന്നത് വൃത്തിയാക്കുന്നു. അത് കൃത്യമായിട്ട് സംസ്കരിക്കുന്നതിന് വേണ്ടി അത് നമ്മൾ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്കിപ്പം ഈ ഒരു ഇതിലൂടെ നിർത്താതെ ഇതിൻ്റെ തുടർ പ്രവൃത്തിയായിട്ട് ഇവിടെ ഒരു പച്ചത്തുരുത്ത് ഇതായിട്ട് നമ്മൾ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടർ നടപടികളായിട്ട് വരും ദിവസങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാൻ. അതോടെ ഇപ്പം നമ്മളിപ്പം ഇത് വേസ്റ്റ് തെരഞ്ഞതിനകത്ത് നമ്മൾ 1-2 ആളുകളെ വേസ്റ്റ് ഇട്ട ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്കെതിരെ കർശന നടപടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏറ്റവും ജലം സ്രോതസ്സും മലിനമാക്കലായിട്ട് പഞ്ചായത്ത് രാജ് നിയമപ്രകാരം തന്നെ നമുക്ക് അവർക്കെതിരെ കർശന നടപടികളും ഫൈനുമായിട്ട് അടുത്ത നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംപിയർ ITI. ആംപിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു. ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംപിയർ ITI ആണ്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ITI ആണ്. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ. ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ.